ഒരു പരിപാടിക്ക് പോലും വൈകി എത്തുന്നത് ഒരു ജാടയായിട്ടോ അല്ലെങ്കിൽ ഒരു അഹങ്കാരമായിട്ടോ ഒന്നും കണക്കാക്കാത്ത ഒരാളാണ് ഞാൻ. ഈ പരിപാടി 5 മണിക്കാണ് എന്ന് മനസ്സിലാക്കി. കാരണം അത് നോട്ടീസിൽ 5 മണിയായിരുന്നു. 4:45 മുതൽ റെഡിയായി ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടുത്തെ ഭാരവാഹികൾക്ക് ഒരുപാട് ഭാരമുണ്ടായിരുന്നതുകൊണ്ട് അവരെന്നെ വിളിക്കാൻ വരാൻ വൈകി. പക്ഷേ ഞാൻ അവിടെ നിന്നപ്പോൾ കണ്ടു ദേ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത്. ഞാൻ അവിടെ ഓടി എങ്ങനെയെങ്കിലും ഈ ഉദ്ഘാടന ചടങ്ങിൽ ഇത്രയും നേരം ഞാൻ ഒരുങ്ങിക്കെട്ടി അവിടെ ഇരുന്നിട്ട് അവസാനം ഈ ഉദ്ഘാടനം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് എന്താ കാര്യം? മോശമല്ലേ? അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഒരു ഓട്ടം ഓടിയിട്ടാണ് ഉദ്ഘാടനം നടത്തല്ലേ ഞാനും കൂടെ ഉണ്ടേന്ന് ഓടി പറഞ്ഞാണ് വന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ആ ഉദ്ഘാടന ചടങ്ങിൽ ഒരു സാന്നിധ്യമാവാൻ കഴിഞ്ഞതിൽ. നേരത്തെ ബഹുമാന്യനായ നമ്മുടെ മിനിസ്റ്റർ ശിവൻകുട്ടി സാർ പറയുന്നുണ്ടായിരുന്നു, വന്ന വഴി മറക്കാൻ പാടില്ല, സെലിബ്രിറ്റീസ് ഒന്നും ഇത്തരം പരിപാടികൾക്ക് പൈസ ചോദിക്കരുതെന്ന്. ഒരു പൈസയും വാങ്ങാതെയാണ് സാർ ഞാനിവിടെ വന്നിരിക്കുന്നത്. ഒരിക്കലും വന്ന വഴി മറക്കില്ല. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം കോളേജ് കുട്ടികളെയാണ്. കാരണം അവരെ പോലെ ഇത്രയും വൈബ്രൻ്റ് ആയിട്ട് വേറെ ആരാണ് ഈ ലോകത്തുള്ളത്? ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഉദ്ഘാടനത്തിന് സംസാരിക്കണം എന്ന് വിചാരിച്ചിരുന്നൊരു വിഷയമുണ്ടായിരുന്നു. പക്ഷേ അതൊരു കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ഈ അടുത്തിടയ്ക്കുണ്ടായ എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയ വിഷയമാണ്. അത് പറയണം, എന്തായാലും ഞാനത് പറയും. പക്ഷേ ഞാൻ ഇവിടെ ഹോട്ടലിൽ നിൽക്കുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ബെസ്റ്റ് ഫ്രണ്ട്, കാലങ്ങളായിട്ട് നമ്മൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ്, കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. ഞാൻ കറസ്പോണ്ടൻസ് ആയിട്ടാട്ടോ പഠിച്ചത്. എനിക്ക് കോളേജ് കുട്ടികളോടുള്ള ഏറ്റവും വലിയ സ്നേഹം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കലാലയ ജീവിതം ഉണ്ടായിട്ടില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഗോൾഡൻ പീരീഡാണ് കലാലയ ജീവിതം എന്ന് എല്ലാവരും പറഞ്ഞ്, ഞാൻ എത്രയോ പുസ്തകങ്ങളിൽ വായിച്ച്, എത്രയോ എഴുത്തുകാർ പറഞ്ഞ്, എത്രയോ മുതിർന്നവർ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. 15 വയസ്സായപ്പോൾ നിങ്ങൾ കണ്ട നവ്യ നായർ എന്ന നടിയായി ഇഷ്ടം എന്ന സിനിമയിലൂടെ ഞാൻ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ സിനിമയിൽ അഭിനയം തുടങ്ങിയതാണ്. പിന്നീട് കറസ്പോണ്ടൻസ് ആയിട്ടാണ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഡിഗ്രി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബിരുദം പൂർത്തിയാക്കിയത്. പക്ഷെ ഞാൻ മറ്റേതും വേണ്ടാന്ന് വെച്ചില്ല. ഞാൻ MBA MG യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തു. അങ്ങനെ MBA ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തു. കാരണം MG യൂണിവേഴ്സിറ്റി കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ എനിക്ക് അത് പറയാൻ പറ്റി. വെറുതെ പറഞ്ഞാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ കാര്യത്തിലേക്ക് വരികയാണ്. അതായത് എൻ്റെ കൂട്ടുകാരിയും ഒത്ത് ഞാൻ ഇന്ന് ഹോട്ടലിൽ സമയം ചെലവഴിച്ചപ്പോൾ ഞങ്ങൾ കളിച്ച കളി എന്താണെന്നറിയോ? നാക്ക് കൊണ്ട് മൂക്കിൽ തൊടാൻ നോക്കി. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കുറേ കളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തെങ്കിലും റീൽ എടുക്കണം. അപ്പം എൻ്റെ കൂട്ടുകാരി പറഞ്ഞു, നമുക്കിങ്ങനെ വെറുതെ മോശമായിട്ടുള്ള റീലൊന്നും വേണം, എന്തെങ്കിലും കണ്ടൻറ്റ് വേണോടി, കണ്ടൻറ്റ്. അപ്പം അവൾ കൊണ്ടുവന്ന കണ്ടൻറ്റാണ് നാക്ക് കൊണ്ട് മൂക്കി തൊടാൻ പറ്റുമോ എന്നുള്ളൊരു വളരെ ബുദ്ധിപരമായ കണ്ടൻറ്റ്. പക്ഷേ എനിക്ക് 38 വയസ്സായി, അവൾക്ക് 38 വയസ്സായി. അവൾക്ക് 2 കുട്ടികൾ, എനിക്ക് 1 കുട്ടി, 13 വയസ്സ്. അപ്പം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഈ 38 വയസ്സുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആൻറ്റിമാർ, ഞങ്ങളാണെങ്കിൽ ഇപ്പോഴും ചെറുപ്പമാണ് ഫ്രണ്ട്സുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് നിങ്ങൾ കളിക്കണ പോലത്തെ കളി, അല്ലെങ്കിൽ നിങ്ങളെക്കാളും ചെറിയ മക്കൾ കളിക്കണ പോലത്തെ കളി. അപ്പം എന്താ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒന്നേ ഉള്ളൂ, ഇതങ്ങോട്ട് അടിച്ചു പൊളിക്കേണ്ട കാലഘട്ടമാണ്. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനില്ല. സന്തോഷിക്കുക, ഒരുപാട് കൂട്ടുകാരെ ഉണ്ടാക്കുക. പിന്നെ നേരത്തെ പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു സീരിയസ് ആയിട്ട് തോന്നിയൊരു കാര്യം, ഞാൻ ഉൾപ്പെടുന്ന മേഖലയാണ് സിനിമാ മേഖല. പണ്ടൊക്കെ നമ്മൾ സിനിമയിൽ കിരീടം, ചെങ്കോല് എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ ഗത്യന്തരമില്ലാതെ നായകൻ കൊലപാതകം നടത്തും. അവസാനം ആ കുത്തിയത് തെറ്റായി പോയി എന്ന് പറഞ്ഞ സേതുമാധവൻ എന്നാണ് തോന്നുന്നല്ലേ ലാലേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പേര്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. വിതുമ്പി കരയുന്ന സ്ഥലത്താണ് ഹീറോയിസം. ഒരു കുത്ത് അല്ലെങ്കിൽ 1-2 അടി, ഇതാണ് നമ്മുടെ സിനിമയിലെ മാക്സിമം. ഇന്ന് തോക്ക് കൊണ്ടൊരു 50 വെടിയൊക്കെയാണ്. ചത്ത ആളിനെ പിന്നെയും വെടിവെക്കും, ഇടിച്ച ആളിനെ പിന്നെയും ഇടിക്കും. അപ്പോൾ ഇത് കണ്ട് 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 ഇതിങ്ങനെ പറയുമ്പോൾ തമാശയായിട്ട് പറയുന്നെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തീവ്രമായ എന്തോ ഒരു വികാരം
ഇപ്പം ഞാൻ പറയുന്ന സിനിമയിൽ മാത്രമല്ല, എനിക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ കുട്ടികളെ ഏറ്റവും അധികം മെൻ്റലി എഫക്റ്റഡ് ആകാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഞാൻ ഉൾപ്പെടുന്ന സിനിമാ മേഖല. എനിക്കെപ്പോഴും കാണാനൊക്കെ ഇഷ്ടമുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ അഭിനയിച്ച സിനിമകളും അല്ലെങ്കിൽ നാടോടിക്കാറ്റും അല്ലെങ്കിൽ 2 കൺട്രീസും അല്ലെങ്കിൽ അങ്ങനത്തെ തമാശ സിനിമകളാണ്. അതൊക്കെ മാറി ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമകളിൽ പലപ്പോഴും ഞാൻ കാണുന്നൊരു ഫീലാണ്, ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, കൊലപാതകങ്ങളും അസഭ്യമായിട്ടുള്ള ഭാഷകൾ ഉപയോഗിക്കലും. അതുപോലെ തന്നെ ഞാനിപ്പോൾ അതിശയത്തോടെ കണ്ട കാഴ്ചയാണ്, എപ്പോഴെങ്കിലും കഞ്ചാവിനെ പറ്റി പറയുന്ന ഒരു ഡയലോഗ് സിനിമയിൽ വന്നാൽ വലിയൊരു കയ്യടിയായിരിക്കും ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന്. പണ്ട് കഞ്ചാവടിയനാണെന്ന് പറഞ്ഞ് നമ്മൾ ഒരാളെ കണ്ടാൽ പുച്ഛത്തോടെ നോക്കിയിരുന്ന നമ്മൾ ഇന്ന് നല്ല ട്രിപ്പിലാണ് ചേട്ടൻ എന്ന് പറയുന്നത് ഒരു കയ്യടിയായി മാറി. അപ്പോൾ അതിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ എത്തിപ്പെട്ടതാ. അതങ്ങനെ വളരെ പെട്ടെന്നുണ്ടായതല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ടായ ഒരു പ്രതിഭാസമാണ് ആ ഒരു മാറ്റം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയും കായികമായിട്ട് നമ്മൾ എത്ര ഒരാളെ കുത്തിയാലും നമുക്ക് മതിയാവില്ല, എത്ര വെടിവെച്ചാലും മതിയാവില്ല. അതായത് തമിഴ് സിനിമയിലും ഹിന്ദി സിനിമയിലും അതുപോലെ മലയാളം സിനിമയിലും ഇപ്പോൾ വളരെ ആക്രോശിച്ചുകൊണ്ടാണ് ആൾക്കാർ ഉപദ്രവിക്കുന്നത്. അറിയാതെ ഈ ഉപദ്രവത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടൊക്കെ നമ്മുടെ കലാലയത്തിൽ ഒരു രാഷ്ട്രീയവും ഇല്ലാതെ ഒരു അമ്മ എന്ന നിലയിൽ പറയട്ടെ, നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. കലാലയത്തിൽ രാഷ്ട്രീയം വേണ്ടാന്നൊന്നും പറയുന്ന ആളല്ല ഞാൻ. പക്ഷേ നമ്മൾ കുറച്ചൊക്കെ പണ്ടൊക്കെ ഞാൻ മോനോട് പറയായിരുന്നു, ഷെയറിങ് ഈസ് കെയറിങ്. പിന്നെ കൊറോണ വന്നപ്പോൾ പറഞ്ഞു, യു ഷെയറിങ് ഈസ് നോട്ട് കെയറിങ്, കൊടുക്കരുത്, ഷെയറിങ് ഈസ് കൊറോണ എന്ന് പറയും. പിന്നെ കുട്ടിയുടെ അടുത്ത് പറയും, ഡോണ്ട് ബി സെൽഫിഷ്, ബി കമ്പാഷനേറ്റ് എന്ന് പറയും. പക്ഷെ ഇപ്പം എന്ത് പഠിപ്പിക്കും അതിൻ്റെ കൂടെ? സെൽഫ് ലവ് പഠിക്കണം എന്ന് പഠിപ്പിക്കും. കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ വെട്ടിലും കുത്തിലും ഇടിയിലും കഞ്ചാവിലും മയക്കുമരുന്നുകളിലും ഒക്കെ അടിമപ്പെട്ടു പോകുമ്പോൾ ശരിക്കും നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളെ തന്നെയാണ്. കൂടെ ചിലപ്പോൾ കൂട്ടുകാരുണ്ടാവും, ചിലപ്പോൾ ഒരു ആവേശത്തിന് നമ്മളൊരു ബഹളത്തിൽ പെട്ടുപോകുന്നതായിരിക്കും. അങ്ങനെയുള്ള ആവേശങ്ങളിലൊന്നും പെടാതെ, കാരണം ഓരോ അച്ഛനമ്മമാരെയും നിങ്ങൾ ഓരോരുത്തരെയും ഈ കോളേജിലേക്ക് വിടുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകളൊക്കെ നിലനിർത്താൻ പാകത്തിന് നിങ്ങൾ വലിയ അക്കാഡമിക്സിലൊന്നും വലിയ നിലയിൽ എത്തിയില്ലെങ്കിലും നിങ്ങളെ ജീവനോടെ കാണണമെന്ന് നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? അച്ഛനും അമ്മയ്ക്കും അത്രയെങ്കിലും വേണ്ടേ? അപ്പം നിങ്ങളൊക്കെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവനോടുകൂടി നല്ല മനുഷ്യരായിട്ട് ഈ കലാലയ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ചിറകുകളൊക്കെ മുടപ്പിച്ച് പറന്നുയരണം. അതാണ് മുതിർന്നവരുടെയും നമ്മൾ മാതാപിതാക്കളുടെയും ഒക്കെ ആഗ്രഹം. മറിച്ച് ഈ ചിറകുകളൊക്കെ ഒടിഞ്ഞ് പറക്കാൻ പോലും പറ്റാതെ നിരങ്ങാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് അംഗവൈകല്യമുള്ളവരാവുകയോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തോടുകൂടി ബുദ്ധിഭ്രമിച്ചവരാകുകയോ ഒക്കെ ഉള്ള ഒരു തലമുറയെ നമുക്ക് മുന്നോട്ട് കിട്ടിയിട്ട് എന്താ ആവശ്യം? എനിക്കറിയാം ഇപ്പം അങ്ങനെ പറയുന്നൊന്നും നിങ്ങൾക്ക് ആർക്കും ഇഷ്ടാവില്ല, കാരണം ഞാൻ മറ്റേ മോറൽ സയൻസ് ക്ലാസ് എടുക്കണ പോലെ ഇരിക്കും. പക്ഷേ നേരത്തെ നമ്മുടെ ബഹുമാന്യനായ മിനിസ്റ്റർ ഇവിടെ പറഞ്ഞതുപോലെ പലസ്തീനിലെ കാര്യം ഇവിടെ അല്ലാതെ പിന്നെ എവിടെ പറയും എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ കാര്യം ഇവിടെ അല്ലാതെ വേറെ എവിടെ പറയാനാ? അതുകൊണ്ട് പറയാ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നിങ്ങളുടെ കയ്യിലാണ്. ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ മിനിസ്റ്റർ അടക്കമുള്ള ഇവരുടെ ആരുടെയും കയ്യിലല്ല ഇനിയുള്ള കേരളം. നമ്മളൊക്കെ ഏജ് ഓവറായി കഴിഞ്ഞു. ഇനിയുള്ള കേരളം നിങ്ങളുടെ കയ്യിലാണ്. ഇനിയുള്ള ലോകവും നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ആരോഗ്യമുള്ളവരാവണം. ഏതെങ്കിലും ആൾക്കാരുടെ കളിപ്പാവകളായി മാറരുത്. ഏതെങ്കിലും മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ചമച്ചു വിടുന്ന ന്യൂസ് മാത്രം ശരി എന്ന് വിശ്വസിച്ച് വരുന്ന ഒരു ന്യൂസിന് താഴെ കമന്റ് എഴുതുന്ന വെറും റോബോട്ടിക് ആയിട്ട് ചിന്തിക്കുന്ന, അതായത് എന്ത് പറയുന്നു അത് മാത്രം ചെയ്യുന്നവരാണല്ലോ റോബോട്ട്. അങ്ങനെ ആവാതെ യുക്തി ഉപയോഗിച്ച് പെരുമാറുന്ന, എന്താണെന്ന് കൃത്യമായി വിശകലനം ചെയ്തതിന് മാത്രം ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി എന്ന് മനസ്സിലാക്കുന്ന ബുദ്ധിയുള്ള ഒരു തലമുറയായി, വിവേകമുള്ളൊരു തലമുറയായി, സഹാനുഭൂതിയുള്ള ഒരു തലമുറയായി, എമ്പതറ്റിക് ആയിട്ടുള്ള ഒരു തലമുറയായി നിങ്ങൾ വളരട്ടെ. പിന്നെ ഇതിന് ഏറ്റവും നല്ല ഒന്നാണ് കലോത്സവം. കാരണം കലയുടെ ഉത്സവമാണ് കലോത്സവം. അതുപോലെ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് സ്പോർട്സ്.
സ്പോർട്സിലും ആർട്സിലും നമ്മൾ നിമഗ്നരാണെങ്കിൽ, അതിൽ നമ്മൾ മുഴുകി ചേർന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരാളെ ഉപദ്രവിക്കാനോ, അല്ലെങ്കിൽ സ്പോർട്സ് ആണെങ്കിലും കലയാണെങ്കിലും നല്ല ആരോഗ്യം വേണ്ടതാണ്. ഒരിക്കലും ഈ തരത്തിലുള്ള ദുശീലങ്ങളിലേക്കോ നിങ്ങൾ പോവില്ല. ദുശീലങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനതിൻ്റെ ഒരു ഹൈ ലെവലായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പം അതിന് വളരെ ഒരു മോശം സിറ്റുവേഷനിലേക്ക് നമ്മുടെ യങ് ജനറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ബോറിംഗ് ടോപ്പിക്ക് ഞാൻ സംസാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും എന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ച യൂണിയൻ ഭാരവാഹികളോടും കേരള യൂണിവേഴ്സിറ്റി VC-യോടും ബഹുമാന്യനായ മന്ത്രിയോടും നമ്മുടെ കൊച്ചു കലാകാരന്മാരോടും കലാകാരികളോടും എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്.